ബേസിക്കലി ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫിക്കേഷൻ എന്നുള്ളതല്ല ഫസ്റ്റ് പ്രയോറിറ്റി, സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള. ഒരു നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിനകത്ത് നോക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനോ രണ്ട് പാർട്ടാണ് വരാം, ഒഫൻസും ഡിഫെൻസും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഏതാണോ പാർട്ട് വരും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് ബിൽഡ് ചെയ്തെടുത്ത് സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്ത് ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കമ്പനിയിൽ, എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി റിക്വയർമെൻറ്റ് പറയുകയാണ് നിങ്ങൾക്ക് സ്കില്ല് മാത്രം പോരാ, ഈ സർട്ടിഫിക്കറ്റും കൂടി വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റും കൂടി എടുക്കാം. അല്ലാതെ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായിട്ട് ജോബ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസും കൂടി ഉണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ കേസിനകത്ത്. ഇനി സ്കില്ല് അതേപോലെ തന്നെയുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഭൂരിഭാഗം കമ്പനികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിഗ്രി, അല്ലേ, മാൻഡേറ്ററിയാണ്. പക്ഷെ അതിൻ്റെ ലോജിക്ക് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. കുറ്റം പറയുന്നതല്ല, ബേസിക്കലി ഡിഗ്രി സർട്ടിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് സൈബർ സെക്യൂരിറ്റി എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള. പക്ഷെ അത് ഇതിനൊരു ബാരിയറായിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കൂടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്ത് എടുത്താൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അത് നമ്മൾ പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബഗ് ബൗണ്ടി പോലുള്ള പ്ലാറ്റ്ഫോംസിനകത്തൊക്കെ ഉണ്ട്. അത് റിയൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനികൾ അവരുടെ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഹാക്കർ വണ്ണ് അതേപോലെ ബഗ് ക്രൗഡ് പോലുള്ള സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ അവരുടെ ഒരു ROI ഉണ്ടാവും, റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റ് ഉണ്ടാവും, സ്കോപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് വായിച്ച് നോക്കി നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കില്ല് എന്താണെന്നുള്ളത് നമുക്ക് റിയൽ സൈറ്റിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു സാധനം ഇപ്പോൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അറിയുന്ന ഇല്ലെങ്കിൽ അതിനെ എത്രത്തോളം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കേസും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൈറ്റിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആക്ച്വൽ സ്കില്ല് ഡെവലപ്പ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ബഗ് ബൗണ്ടി ഉണ്ട്. ഇപ്പോൾ ഒരു ആദ്യം മെയിൻലി നോക്കിയിട്ടുണ്ടായിരുന്നത് ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നത് വെബ്സൈറ്റുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നെറ്റ്വർക്ക് വരുന്നുണ്ട്, ഹാർഡ്വെയർ ലെവൽ വരുന്നുണ്ട്, അതേപോലെ APIs വരുന്നുണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ബഗ് ബൗണ്ടിക്കകത്ത് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കില്ലുള്ള ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്, ഔട്ട്സൈഡ് ഉണ്ട്. അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അടുത്തൊക്കെയാണ് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലേ. അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലപോലെ ഇരുന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താൽ എന്ത് ചെയ്യും, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഉറപ്പായിട്ട് ജോബും കിട്ടും, നല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താനും പറ്റും. പക്ഷേ എന്ത് ചെയ്യേണ്ടി വരും, ഓടിപ്പോയാൽ ചിലപ്പോൾ ജോലി കിട്ടിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. ഡിപ്പെൻസ്, കമ്പനിയാണ്. ചിലവർ സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കില്ല, സ്കില്ല് മാത്രം മതി. അല്ലാത്തവരെന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് മാത്രം മതി, സർട്ടിഫിക്കറ്റ് ഉള്ളവരെ എടുക്കുന്നവരുണ്ട്, മാത്രമുള്ളവരെ. അതൊക്കെ ഡിപ്പെൻസ് ആയിരിക്കും ഉണ്ടാവുക, കമ്പനിക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും, വ്യത്യാസം വരാറുണ്ട്. നാച്ചുറലി നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡിനെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്തെടുക്കുക എന്നുള്ള